ഹായ് ഗായ്സ്, ഈ ചാനൽ ഇതുവരെയുള്ള വീഡിയോസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഒരു ചെറിയ യാത്രയുടെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ. മൂന്നാറിലേക്കായിരുന്നു യാത്ര. എ സോളോ ട്രിപ്പ് ടു മൂന്നാർ. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. ബൈക്കിലായിരുന്നു എൻ്റെ യാത്ര. റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ്. നവംബർ 14-നായിരുന്നു എൻ്റെ യാത്ര തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ദീപാവലി ദിവസം. അതിരാവിലെ പുറപ്പെട്ടു. വെളുപ്പിന് 4:10. കൊല്ലം, കരുനാഗപ്പള്ളി, കായംകുളം, മാവേലിക്കര, തിരുവല്ല, പാലാവഴി, തൊടുപുഴ, അടിമാലി, മൂന്നാർ. ഇതായിരുന്നു യാത്രയുടെ റൂട്ട് മാപ്പ്. മാവേലിക്കര എത്തി കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഈ സ്ഥലം ഞാൻ കണ്ടത്. കണ്ടപ്പോൾ തന്നെ വണ്ടി ഒന്ന് സൈഡാക്കി. നല്ല കോട വിരിച്ച പ്രദേശം. ഒരു ചെറുപാലത്തിലാണ് ഞാൻ കയറി നിൽക്കുന്നത്. ചുറ്റും കോടമഞ്ഞ്. അവിടെ ഒരു ഇളം ചുവപ്പ് നിറം നൽകിക്കൊണ്ട് സൂര്യൻ പതുക്കെ ഉയർന്നു വരുന്നു. ഞാൻ കുറച്ചു നേരം അത് കണ്ടു നിന്നു. കുറച്ച് ഫോട്ടോസും എടുത്തു. ഇതെല്ലാം ആസ്വദിച്ച് കുറച്ച് സമയം അവിടെ ചിലവഴിച്ചിട്ട് യാത്ര വീണ്ടും തുടർന്നു. മൂന്നാർ കൂടാതെ ഇല്ലിക്കൽ കല്ല് കൂടി എൻ്റെ യാത്രയിലുണ്ടായിരുന്നു. ഇല്ലിക്കൽ കല്ല് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒട്ടുമിക്ക ആൾക്കാരും കേട്ടിട്ടുള്ള പേരായിരിക്കും അത്. കോട്ടയം ജില്ലയിലെ ഇല്ലിക്കൽ മലയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3400 അടി ഉയരത്തിലാണ് ഇല്ലിക്കൽ കല്ല്. 15 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്. ഇവിടെ വരെയാണ് വണ്ടികൾക്ക് പ്രവേശനം. വരുന്ന വണ്ടികളൊക്കെ ഇവിടെയാണ് പാർക്കിംഗ്. കയറുന്നതിന് മുമ്പ് ടിക്കറ്റ് തന്ന ആൾ എന്നോട് പറഞ്ഞിരുന്നു, കല്ല് കാണാൻ പറ്റില്ല കേട്ടോ, എന്നാലും 2 കിലോമീറ്റർ നടക്കാം. എന്തായാലും വന്നതല്ലേ, 2 കിലോമീറ്റർ നടന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കല്ല് നല്ല രീതിയിലൊരു കാഴ്ച കിട്ടില്ല. ഇല്ലിക്കൽ കല്ല് മനസ്സിൽ നിറഞ്ഞ് കാണാൻ പറ്റാത്ത വിഷമത്തിൽ തിരിച്ചിറങ്ങി. മൂന്നാറിലേക്ക് വീണ്ടും യാത്ര തുടർന്നു. മൂന്നാറിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, 2 വെള്ളച്ചാട്ടങ്ങളാണ് അങ്ങോട്ടുള്ള യാത്രയിൽ നമ്മളെ വരവേൽക്കുന്നത്. അതിലൊന്ന് ചെയ്യപ്പാറ വാട്ടർഫാൾസ്, അല്ലെങ്കിൽ ചേപ്പാറ എന്നും പറയും. പിന്നീട് വെള്ളറ വാട്ടർഫാൾസ്. ഇത് രണ്ടും കണ്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമ്മളെ വരവേൽക്കാൻ മൂന്നാർ തയ്യാറാകും. നിറഞ്ഞ തേയിലത്തോട്ടവും പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതിയും കാണിച്ചുകൊണ്ട് നമ്മളെ ഇങ്ങനെ കുതിപ്പിച്ച് നിർത്തും. നല്ല ക്ഷീണമുണ്ട് കേട്ടോ. ഏകദേശം 2 മണി കഴിഞ്ഞു ഞാൻ മൂന്നാർ എത്തിയപ്പോൾ തന്നെ. നേരെ റൂമിൽ പോയി. ഇതാണ് റൂം. ഒരാൾക്ക് താമസിക്കാൻ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു കൊച്ചു റൂം. മൂന്നാർ ടൗണിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ മാറിയാണ് ഈ ഹോട്ടൽ. ഹോട്ടലിൻ്റെ നേരത്തെ തന്നെ ഞാൻ റൂം ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെ റൂമിൽ വന്നു, ലഗേജ് വെച്ചു, വീണ്ടും ഇറങ്ങി. മൂന്നാർ ടൗണിൽ ചെന്ന് ഒന്ന് ചുറ്റി. പിന്നീട് ഊണ് കഴിച്ചു. അപ്പോൾ തന്നെ സമയം ഏകദേശം 3:30 മണിയായി. 5 മണി കഴിഞ്ഞാൽ ടോപ്പ് സ്റ്റേഷനിലേക്ക് ആൾക്കാരെ കയറ്റില്ല എന്ന് അവിടെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ മനസ്സിലായി. കാരണം കോട ഇറങ്ങുമെന്ന്. പിന്നെ അന്ന് രാത്രിക്ക് കഴിക്കാനുള്ള ആഹാരം വാങ്ങിച്ചുകൊണ്ട് നേരെ ഹോട്ടലിലേക്ക് പോയി. ഹോട്ടലിൽ ചെന്ന് ചൂടുവെള്ളത്തിൽ ഒരു കുളി. അതിനുശേഷം വാങ്ങിച്ച ഭക്ഷണവും കഴിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എങ്ങനെയൊക്കെ പോകാമെന്നുള്ളൊരു ചെറിയ റൂട്ട് മാപ്പ്. ഞാൻ ആദ്യം തന്നെ മറയൂർ കാന്തല്ലൂർ റൂട്ട് പിടിക്കാൻ തീരുമാനിച്ചു. അതിനായിട്ട് രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ മൂന്നാർ ടൗണിൽ വന്നു. ചെറിയൊരു കടയിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. രാവിലെ തന്നെ മറയൂർ റൂട്ട് പിടിച്ചു. മൂന്നാർ വന്നിട്ട് ആരും മിസ്സാക്കാത്ത അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാത്ത ഒരു ഡെസ്റ്റിനേഷനാണ് ഇരവികുളം നാഷണൽ പാർക്ക്. സാധാരണ പക്ഷം നല്ല ക്യൂ കാണും ഇവിടത്തേക്ക് ടിക്കറ്റ് എടുക്കാൻ. ഇപ്പോൾ സമയം ഏകദേശം 9 മണി അടുപ്പിച്ചു. വലിയ ക്യൂ ഒന്നും കണ്ടില്ല. നേരെ ടിക്കറ്റ് എടുക്കാൻ നിന്നു. കൗണ്ടറിൻ്റെ മുമ്പിൽ വന്ന് ടിക്കറ്റ് എടുത്തു. 200 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. ഇതാണ് നമ്മുടെ പാർക്കിലേക്ക് കൊണ്ടുപോകുന്ന വണ്ടി. കയറിയിരുന്നു. സൈഡ് സീറ്റ് തന്നെ കിട്ടി. യാത്ര തുടങ്ങി. പോകുന്ന വഴിയാണ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. മൂന്നാറെന്നല്ല, ഏതൊരു ഹിൽ സ്റ്റേഷനിലും പോയവർക്ക് അറിയാൻ കഴിയും, പോകുന്ന ഡെസ്റ്റിനേഷനെക്കാട്ടിയും അതിലുപരി അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി
നമുക്ക് മനസ്സിന് തൃപ്തി തരുന്നതും കണ്ണിന് കുളിർമ നൽകുന്നതും പോകുന്ന വഴിയാണ്, പോകുന്ന റൂട്ടുകളാണ്. മലനിരകളും തേയിലത്തോട്ടങ്ങളും നിറയെ പച്ചപ്പും കോടമഞ്ഞും, ഇതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാഴ്ചകൾ തന്നെയാണ്. യാത്ര മുന്നോട്ട് പോയി. അടുത്തിരുന്ന് ഒരു ചേട്ടനുമായി സംസാരിച്ചു, പരിചയപ്പെട്ടു. പുള്ളി മലപ്പുറംകാരനാണ്. അദ്ദേഹവുമായി കുശലം പറഞ്ഞ് പോകുന്ന വഴിയിലെ കാഴ്ചകളും കണ്ടുകൊണ്ട് അങ്ങനെ പോയി. ഏകദേശം ഒരു 10-15 മിനിറ്റ് യാത്രയുണ്ട് ബസ്സിൽ. എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ച ആയതുകൊണ്ട് കണ്ട് പൊയ്ക്കൊണ്ടിരുന്നു. നാഷണൽ പാർക്ക് എത്തി. ഒരു സ്റ്റേഷനറി ഷോപ്പ് പോലെ ഇവിടെയുണ്ട്. നമുക്ക് വേണ്ട ചെറിയ സ്നാക്സ്, വെള്ളമൊക്കെ ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ ടിക്കറ്റ് വെരിഫൈ ചെയ്തിട്ടാണ് അകത്തേക്ക് കയറുന്നത്. പിന്നെ അങ്ങോട്ട് നടപ്പായി. നടപ്പെന്ന് വെച്ചാൽ കയറ്റമാണ് നമ്മൾ കയറുന്നത്. ചെറിയൊരു കയറ്റം തന്നെയാണ് നമ്മൾ കയറുന്നത്. പക്ഷേ ഒട്ടും തന്നെ ക്ഷീണമോ ഒരു തളർച്ചയോ നമുക്ക് തോന്നത്തില്ല, വിയർക്കത്തില്ല. കാരണം നല്ല തണുത്ത കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. സമയം 9:30 ഒക്കെ ആകുന്നുണ്ട്. വെയിലടിക്കുന്നുണ്ടെങ്കിലും നമുക്കങ്ങനെ നമ്മളധികം ക്ഷീണിക്കുന്നില്ല. യാത്ര മേളിലോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരുന്നു. മേളിലോട്ട് പോയി. മുകളിലാണ് ഇതിൻ്റെ മെയിൻ വ്യൂ വരുന്നത്. ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് വരയാടുകളെ കാണാമെന്നുള്ളത്. പക്ഷേ അത് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കണ്ടാൽ കണ്ടു, അത്രയേ ഉള്ളൂ. ഒരു ഭാഗ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ മുകളിലോട്ട് കയറി. ഇവിടെ എൻ്റെ കൂടെ ബസ്സിൽ വന്ന കുറച്ച് കൂട്ടുകാരോട് കുറച്ച് ഫോട്ടോസ് എടുത്ത് തരാൻ പറഞ്ഞു. അങ്ങനെ അവരെൻ്റെ ഫോട്ടോസ് എടുത്തു തന്നു. അതിൽ കുറച്ച് പേർ മലയാളികളുണ്ടായിരുന്നു, തമിഴ് ആൾക്കാർ കുറച്ചുണ്ടായിരുന്നു. അവരോടൊക്കെ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ശോലവനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന പ്രദേശങ്ങളും കാടും ഒക്കെ വരുന്നത്. മൂന്നാറിൽ നീലക്കുറിഞ്ഞി പൂക്കളും വളരെയധികം പ്രശസ്തമാണ്. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞി. ഇതാണ് സീനറി എന്ന് പറയുന്നത്. ഈ കാണുന്ന കാഴ്ചകളും നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു അനുഭൂതി ഉണ്ടല്ലോ, ഈ പ്രകൃതി ഭംഗിയും, ഇതൊക്കെ തന്നെയാണ് മൂന്നാറിനെ വേറിട്ട് നിർത്തുന്നത്. എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകൾ, അനുഭവങ്ങൾ. ഇനിയും ഇവിടെ സന്ദർശിക്കാൻ നമുക്ക് തരുന്നൊരു പ്രചോദനമാണത്. യാത്ര മുന്നോട്ട് പോയി. മുകളിലൊരു വ്യൂ പോയിന്റിൽ എത്തിയപ്പോഴേക്കും 2 ആൾക്കാരെ നമ്മൾ കണ്ടു. ദൂരെയാണെങ്കിലും സൂം ചെയ്താണ് ഇപ്പോൾ കാണിക്കുന്നത്. ക്ലാരിറ്റി കുറവാണെങ്കിലും മനസ്സിലായി കാണും, വരയാടുകളാണ് 2 എണ്ണം. ഇതിനൊന്ന് അടുത്ത് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു. പക്ഷേ കണ്ടത് സന്തോഷം, വളരെയധികം തൃപ്തിയായി. അവിടെയുള്ള വ്യൂ ഒക്കെ ആസ്വദിച്ചു, കുറച്ച് ഫോട്ടോസ് എടുത്തു, തിരിച്ച് നടന്നു. തിരിച്ച് താഴേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഇതാ നിൽക്കുന്ന 2 എണ്ണം തൊട്ടടുത്ത് തന്നെ വീഡിയോ പകർത്തി. വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് ആൾക്കാരും കൂടി നിൽക്കുന്നുണ്ട് അടുത്ത് നിൽക്കുന്ന 2 ആടുകളെ കാണാൻ. വീഡിയോ നല്ല രീതിയിൽ പകർത്തി. അങ്ങനെ വീണ്ടും താഴേക്ക് ഇറങ്ങി. നീലക്കുറിഞ്ഞി എന്ന് എഴുതിയിരിക്കുന്നൊരു ബോർഡ് കണ്ടു. കാഴ്ചകളൊക്കെ കണ്ട് താഴെ എത്തിയപ്പോൾ അടുത്ത ഗ്രൂപ്പിനെ കൊണ്ടുവന്ന ബസ് കാലിയായി തിരിച്ചു പോകുന്നു. അതിൽ കയറി. ബസ്സിൽ കുറച്ചധികം സീറ്റ് കാലിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ വെച്ച് യാത്ര മുന്നോട്ട് പോയി. ഇങ്ങോട്ട് വന്നപ്പോൾ ഇരുന്ന സൈഡിൽ നിന്നും തൊട്ട് ഓപ്പോസിറ്റ് സൈഡാണ് ഇത്തവണ ഇരുന്നത്. പുതിയ കാഴ്ചകൾ കിട്ടിയാലോ,
ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടു. അങ്ങനെ യാത്രകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. മൂന്നാറിൽ മുഖ്യമായിട്ടും 2 റൂട്ടുകളാണുള്ളത്. ഒന്ന് മറയൂർ കാന്തല്ലൂർ, പിന്നീട് കുണ്ടള ഡാം ടോപ്പ് സ്റ്റേഷൻ റൂട്ടും. 2 റൂട്ടും ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഏകദേശം 150 കിലോമീറ്റർ ഉണ്ട് 2 റൂട്ടും കൂടെ ചേർത്ത്. മറയൂർ റൂട്ട് മൊത്തം കവർ ചെയ്ത് തിരിച്ച് ടൗണിൽ വന്ന് പിന്നെ വേണം ടോപ്പ് സ്റ്റേഷൻ കവർ ചെയ്യാൻ. ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ് ഫോട്ടോ പോയിൻ്റ്, മാട്ടുപ്പെട്ടി ഡാം, എക്കോ പോയിൻ്റ്, കുണ്ടൾ ഡാം, ഈ ഡെസ്റ്റിനേഷൻസൊക്കെ വരുന്നത്. മറയൂർ റൂട്ടിൽ ഇനി നമുക്ക് കാണാനുള്ളത് ഒന്ന് പ്രധാനമായിട്ടുള്ള ഇരവികുളം നാഷണൽ പാർക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞ് പോകുന്ന വഴിക്കാണ് കണ്ണന്തേവൻ ഹിൽസ് വരുന്നത്, ഞാമക്കാട് എസ്റ്റേറ്റ് വരുന്നത്, അതേപോലെ നാച്ചിവയൽ ശർക്കര ഫാക്ടറി വരുന്നത്, പ്രധാനമായിട്ടും മറയൂർ സാൻഡൽവുഡ് ഫോറസ്റ്റ് വരുന്നത്. ഇതൊക്കെ നമുക്ക് ഈ യാത്രയിൽ തന്നെ കവർ ചെയ്യാൻ വേണം. പക്ഷേ ഒട്ടും റഷ് കാണിക്കാനും പറ്റത്തില്ല. കോട ഇറങ്ങുന്നുണ്ട്. അതേപോലെ വഴികൾ ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഒത്തിരി അധികം സ്പീഡും നമുക്ക് എടുക്കാൻ കഴിയില്ല. ചെറിയ വഴികളാണ്, വളവും തിരിവൊക്കെ ഒത്തിരി അധികം ഉണ്ട്. കാണാനും റോഡ് കാണാൻ തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള തണുപ്പുമുണ്ട്. ഇതാണ് ഞാമക്കാട് എസ്റ്റേറ്റ്. നല്ല കോട ഇങ്ങനെ ഇറങ്ങി നിൽക്കുക. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ വളരെ പതുക്കെ സാവധാനം മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഈ കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ച് ഇവിടെ നിന്നും കുറച്ച് കൂട്ടുകാരെ കിട്ടി കുറച്ച് നേരം സംസാരിച്ചു. എൻ്റെ ഫോട്ടോസ് അവർ ഇവിടെ നിന്നും എനിക്ക് എടുത്തു തന്നു. വീണ്ടും മുന്നോട്ട് യാത്ര പോയി. ഇതാണ് കണ്ണന്തേവൻ ഹിൽസാണ് കാണുന്നത്. ഇത് മറയൂരിലേക്കുള്ള വഴിയിൽ കാണുന്ന കാഴ്ചകളാണ്. ഇതൊക്കെ കണ്ട് വീഡിയോയൊക്കെ പകർത്തി വീണ്ടും മുന്നോട്ട് യാത്ര പോയിക്കൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ ഈ വണ്ടി എടുത്തിട്ട് ഇതുവരെ എങ്ങും യാത്ര പോകാൻ പറ്റിയില്ല. ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ഫെബ്രുവരി ഈ വണ്ടി എടുത്തു. 1 മാസത്തേക്ക് ഏകദേശം കുറച്ച് ഓടി ശരിയായിട്ട് വേണം ദൂരയാത്ര കൊണ്ടുപോകാൻ എന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരുന്നു. മാർച്ചിലായപ്പോൾ കൊറോണ വന്നു. അന്ന് കയറ്റി വെച്ചു. പിന്നെ അടുത്തുള്ള ചെറിയ ഓട്ടങ്ങളല്ലാതെ വേറെ ഒന്നും പോയിട്ടില്ല. ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ചെറിയ യാത്ര മൂന്നാർ പോകാമെന്ന് വെച്ചത്. അങ്ങനെയാണ് ഈ വണ്ടി എടുത്തുകൊണ്ട് ഒരു സോളോ ട്രിപ്പ് പ്ലാൻ ചെയ്ത് അങ്ങിറങ്ങി. ഇതാണ് മറയൂർ സാൻഡൽവുഡ് ഫോറസ്റ്റ്. ഇതിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് പ്രവേശനം ഇല്ല, പോകുന്ന വഴിയാണ്. ചുറ്റിനും ചന്ദനമരങ്ങളാണ്. നല്ല സുഖമുള്ള നല്ല തണുപ്പുള്ള പ്രദേശമാണ്. ഏകദേശം 40 കിലോമീറ്ററാണ് മൂന്നാറിൽ നിന്ന് മറയൂരേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. 1-1.25 മണിക്കൂറിൽ നമുക്കത് കവർ ചെയ്തെടുക്കാൻ കഴിയും. ഇതാണ് നാച്ചിവയൽ ശർക്കര ഫാക്ടറി. ഇവിടെയാണ് ഇതിൻ്റെ ശർക്കര മേക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഈ ഒരു ഫാക്ടറിയിലാണ് സംഭവം നടക്കുന്നത്. നമ്മൾ ചെന്നന്ന് ഫാക്ടറി വർക്കിംഗ് അല്ലായിരുന്നു. ഇവിടേക്കുള്ള പ്രവേശനം 50 രൂപയാണ് ഫീസ്. അന്ന് ഫാക്ടറി വർക്കിംഗ് അല്ലാത്തത് കൊണ്ടും ഞങ്ങളതിൽ നിന്ന് 20 രൂപയാണ് വാങ്ങിയത്. ഞാനും പിന്നെ ആലപ്പുഴയിലുള്ള ഒരു ഫാമിലിയും. ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി ഞങ്ങളെ കൂടെ വന്ന് കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. ഇത് കരിമ്പിൻ്റെ ചണ്ടിയാണ് ഇവിടെ കൂട്ടിയിട്ടേക്കുന്നത്. ഇത് അവർ അടുപ്പ് കത്തിക്കാനായിട്ട് യൂസ് ചെയ്യും. ഇതിൻ്റെ അടുത്ത് തന്നെ കരിമ്പിൻ്റെ ഒരു ചെറിയ തോട്ടം പോലെയുണ്ട്. ഇവർക്ക് തന്നെ ഇവരുടേതായിട്ടുള്ളൊരു തോട്ടം. അവിടെ നിന്ന് തന്നെ ഇവർക്ക് ആവശ്യമുള്ള കരിമ്പും കിട്ടും. ഇവിടെ ഉണ്ടാക്കുന്ന ശർക്കര ഒരുപാട് ഇടങ്ങളിലേക്ക് കയറ്റി അയക്കപ്പെടുന്നുണ്ട്. ഈ ഒരു ഇതിലാണ് ശർക്കര തിളപ്പിക്കുന്നത്. തിളപ്പിച്ച് കഴിഞ്ഞ് അടുത്തുള്ള ഒരു ശേഖരണിയിലേക്ക് മാറ്റി അവിടെ നിന്നാണ് തണുപ്പിച്ച് കൈകൊണ്ട് തന്നെ ഉരുട്ടിയെടുക്കും. എന്നിട്ടാണ് പാക്കറ്റിലാക്കുന്നത്.
സ്റ്റോർ ചെയ്യും. ഇതിൽ നിന്ന് ആവശ്യാനുസരണം ആ പാത്രത്തിലേക്ക് പോകും. അങ്ങനെ അവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെയും യാത്ര തുടർന്നു. യാത്രയിൽ കുറച്ചങ്ങോട്ട് പോയപ്പോഴത്തേക്കും ചാറ്റൽ മഴ അനുഭവപ്പെട്ടു. മഴ ഇങ്ങനെ ചെറിയ തുള്ളികളായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. ജാക്കറ്റുണ്ട്, ഹെൽമെറ്റും ഉണ്ട്. പുറം നനയില്ല, പക്ഷേ ബാഗ് നനയാൻ സാധ്യതയുണ്ട്. ഇതാണ് ലക്കം വാട്ടർഫോൾസ്. 50 രൂപയാണ് ഇവിടത്തേക്കുള്ള പ്രവേശന ഫീസ്. മേളിലേക്ക് കയറി എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് കുളിക്കാൻ ഇറങ്ങാൻ പറ്റിയില്ല. വെള്ളം നല്ല തണുപ്പുണ്ട് കേട്ടോ. വെള്ളച്ചാട്ടം കണ്ടു, കൈയും മുഖമൊക്കെ ഒന്ന് നനച്ചു തിരിച്ചു വന്നു. തിരിച്ചു വന്ന് എൻ്റെ വണ്ടി വെച്ച സ്ഥലത്ത് അവിടെ അടുത്തൊരു കടയിൽ ചായയും പലഹാരങ്ങളൊക്കെ കൊടുക്കുന്നൊരു കൊച്ചു കട. അതിൻ്റെ മുകളിലും ഒത്തിരി അധികം കുരങ്ങന്മാരിങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ചെത്തിയപ്പോഴത്തേക്കും നല്ല കോട, വീണ്ടും നമ്മുടെ ചുറ്റിനും നല്ല കോടമഞ്ഞ് ഇങ്ങനെ വെതറി നിൽക്കുന്നു. മറയൂർ പോകുന്ന വഴിയിലായിരുന്നു ലക്കം വെള്ളച്ചാട്ടമൊക്കെ ഞാൻ പാസ് ചെയ്തു പോയത്. പോകുന്ന സമയത്ത് വെള്ളച്ചാട്ടം കാണാൻ കയറിയില്ല. ഇനി അതിന് സമയം കൂടുതൽ എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഇറങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ പോയി തിരിച്ച് വരുന്ന വഴിക്കാണ് ലക്കം വെള്ളച്ചാട്ടത്തിൽ കയറി. അവിടെ നിന്ന് തിരിച്ച് താഴേക്ക് ഇറങ്ങി ഇനി ടൗണിലേക്ക് എത്തണം. അത് കഴിഞ്ഞ് നമുക്ക് ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകണം. ഏകദേശം 1:30 മണിയായി മൂന്നാർ ടൗണിൽ ഞാൻ എത്തി. അത് കഴിഞ്ഞ് ഊണൊക്കെ കഴിച്ച് പതുക്കെ ടോപ്പ് സ്റ്റേഷനിൽ പോകാമെന്ന് നനച്ചു കഴിഞ്ഞാൽ പിന്നെ ആ യാത്ര നടക്കുമോ എന്നെനിക്കൊരു സംശയം വന്നു. അങ്ങനെ ഊണ് സ്കിപ്പ് ചെയ്തു. രാവിലത്തെ കാപ്പിയും ഒരു കുപ്പി വെള്ളവും അതായിരുന്നു അന്നത്തെ എൻ്റെ ഫുഡ്. അവിടെ നിന്ന് നേരെ ടോപ്പ് സ്റ്റേഷൻ വെച്ച് പിടിച്ചു. ആദ്യം ഫോട്ടോ പോയിൻ്റ്. മൂന്നാറിൽ ആര് വന്നാലും മിനിമം ഒരു മൊബൈൽ ക്യാമറ ആണെങ്കിൽ കൂടിയും ഒരു ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണിത്. അങ്ങനെ തന്നെ ആയിരിക്കും ഇതിന് ഫോട്ടോ പോയിൻ്റ് എന്ന പേരും വന്നത്. നല്ല തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ നിന്നും ഒരു ഫോട്ടോ. ആര് കണ്ടാലും കൊതിക്കുന്ന ഒരു സീനറി തന്നെ ആയിരിക്കും ഇത്. അവിടെ കുറച്ച് നേരം നിന്നും കുറച്ച് ഫോട്ടോസ് ഞാനും എടുത്തു. വീഡിയോ എല്ലാം പകർത്തി യാത്ര മുന്നോട്ട് തന്നെ തുടർന്നു. മാട്ടുപ്പെട്ടി ഡാമും അതിൻ്റെ ലേക്കും അതെല്ലാം വീഡിയോയിൽ പകർത്തി. അവിടെ ഉണ്ട് കേട്ടോ ഫോട്ടോഗ്രാഫർമാർ. എല്ലായിടത്തും എല്ലാ ഡെസ്റ്റിനേഷനിലും മിക്കവാറും ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. പറയുന്ന അനുസരിച്ച് നമ്മുടെ ആവശ്യമനുസരിച്ച് ഫോട്ടോസ് എടുത്ത് 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് അവർ ഫോട്ടോ ഫ്രെയിം ചെയ്ത് നമ്മുടെ കയ്യിൽ തരും. 30 രൂപ മുതൽ അതിന് ചാർജുണ്ട്. 30 രൂപ, 80, 100 പിന്നെ അങ്ങോട്ട് ഫോട്ടോയുടെ വലിപ്പം അനുസരിച്ച്. ലേക്കിൻ്റെ സമീപത്ത് തന്നെ ബോട്ടിങ്ങുമുണ്ട്. അങ്ങനെ കുറച്ച് ദൂരം നടന്നു. അത് കഴിഞ്ഞ് ആ ലേക്കിൻ്റെയൊക്കെ വീഡിയോ പകർത്തി വീണ്ടും തിരിച്ച് യാത്രയായി. ഇവിടെ നിന്ന് പോകുന്ന വഴിക്കാണ് എക്കോ പോയിൻറ്റും കുണ്ടല ഡാമും. എക്കോ പോയിൻറ്റിൽ ഇറങ്ങി കുറച്ച് നേരം ചിലവിട്ടു. അപ്പോഴത്തേക്കും എൻ്റെ ഫോണിൻ്റെ ചാർജ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. വീണ്ടും കുണ്ടല ഡാമിൽ വന്നു.
സ്ട്രെയിറ്റ് റോഡായതുകൊണ്ട് തന്നെ GPS-ൻ്റെ സഹായമില്ലെങ്കിലും അത്യാവശ്യം വന്നു പോകാമെന്ന് മനസ്സിനൊരു ധൈര്യമുണ്ടായിരുന്നു. കുണ്ടള ഡാമിൽ വന്നു. കുണ്ടള ഡാമും ആ ലേക്കും എല്ലാം കണ്ടു. അങ്ങനെ ചാർജില്ലാത്ത ഫോണും കൊണ്ട് വണ്ടിയുടെ അടുത്ത് വന്നു. വണ്ടിയിൽ വെച്ചിട്ടാണ് ഫോൺ ഞാൻ ചാർജ് ചെയ്തത്. ക്യാമറയിൽ വീണ്ടും ദൃശ്യങ്ങൾ പകർത്തി തുടങ്ങി. കുണ്ടള ഡാമിൽ നിന്ന് തിരിച്ച് വരുന്ന വഴിയാണിത്. ഒരു ബസ് കാരണം കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ഓൺ ചെയ്യേണ്ടി വന്നു. വീണ്ടും അവിടെ നിന്ന് യാത്ര തുടങ്ങി. ഇതാണ് ഡാം. ഇവിടെയാണ് ഇപ്പുറം റിസർവോയറും ഇപ്പുറം ഡാമും, കുണ്ടള ഡാം. അങ്ങനെ കുണ്ടള ഡാമും കണ്ട് നേരെ വിട്ടു. ഇനി നമുക്ക് പോകേണ്ടത് ടോപ്പ് സ്റ്റേഷൻ. വളരെയധികം രസമാണ് കേട്ടോ ഈ യാത്ര എന്ന് പറയുന്നത്. സോളോ റൈഡാണ് ഞാൻ എടുത്തത്. കുറച്ച് പേർക്കെങ്കിലും ഈ സോളോ റൈഡ് എന്തിനാ ഇവൻ ഒറ്റയ്ക്ക് പോകുന്നത്, കൂട്ടിന് ഒരാളെയെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കും. ഇത് ഞാൻ സോളോ തിരഞ്ഞെടുക്കാനുള്ള കാരണം, മൂന്നാർ എന്ന് പറയുന്ന സ്ഥലം ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമുക്കൊരു കാരണവശാലും മുഴുവനെ കണ്ടു തീർക്കാൻ കഴിയില്ല. മാക്സിമം സ്ഥലങ്ങൾ എനിക്ക് 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1.5 ദിവസം കൊണ്ട് ഓടിയെത്തണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒരു കൂട്ടും കൂടെ ഉണ്ടെങ്കിൽ ഇത് നടക്കുമെന്ന് എനിക്ക് സംശയമാണ്. അല്ലെങ്കിൽ എൻ്റെ അതേ മനസ്സിൽ എൻ്റെ അതേ രീതിയിലേക്ക് സഹായിക്കുന്ന ഒരു കൂട്ടുകാരനായിരിക്കണം, അല്ലെങ്കിൽ ഒരു കമ്പാനിയനായിരിക്കണം. കാരണം ഞാൻ ഇന്നത്തെ ദിവസം ആകെ കഴിച്ചത് രാവിലത്തെ ഭക്ഷണമാണ്. പിന്നെ ഞാൻ കഴിച്ചത് രാത്രിയാണ്. രാത്രി 8 മണിക്കാണ്. ഇത്രയും വലിയൊരു ഇടവേളയിൽ വെറും ഒരു കുപ്പി വെള്ളം കൊണ്ടാണ് എൻ്റെ യാത്ര. നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്ഥലങ്ങൾ കാണുക, എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ സോളോ എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുത്തത്. തീർച്ചയായിട്ടും ഫ്രണ്ട്സൊത്തും ഫാമിലിയൊട്ടും ഞാൻ തീർച്ചയായിട്ടും പോകാറുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങൾ നമ്മൾ ഒറ്റയ്ക്കുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരിയധികം പ്ലാനിങ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം വേറെ ഒരാളുടെ നമ്മൾ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സ്വന്തം ഇഷ്ടമായിരിക്കും. ഇവിടെ പോകണം, ഈ സമയത്ത് എത്തണം, ഓക്കെ നമുക്കെത്താം. അല്ലെങ്കിൽ നമ്മൾ കമ്പാനിയനുണ്ടെങ്കിൽ പുള്ളിയോട് നമുക്ക് ചോദിക്കണം, ഈ സ്ഥലത്ത് പോകാൻ താങ്കൾക്ക് ഓക്കെ ആണോ എന്നുള്ള രീതിയിൽ നമ്മൾ അനുവാദം ചോദിക്കേണ്ടി വരും. ഇതാകുമ്പോൾ അങ്ങനെ ഒരു ഇതുമില്ല. പോകണം തോന്നി പോകാം, പോകണ്ട ശരി, ഭക്ഷണം കഴിക്കാം, അല്ലാതെ നമുക്ക് ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നാളത്തേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ ചോദ്യത്തിനോ ഒന്നും നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. മഴ നന്നായി പെയ്തു തുടങ്ങി. ജാക്കറ്റും ഹെൽമെറ്റും ഉള്ളതുകൊണ്ട് തന്നെ മേലോട്ടൊന്നും നനഞ്ഞില്ലെങ്കിലും പാൻറ്റും ഷൂ ഒക്കെ നന്നായിട്ട് നനഞ്ഞു. വണ്ടിയും നനഞ്ഞു. പോകുന്ന വഴിക്ക് നല്ല ക്യാരറ്റ് കണ്ടു. അങ്ങനെ അവിടെ നിർത്തിയ ചേട്ടനുമായിട്ട് കുറച്ച് നേരം സംസാരിച്ച് ക്യാരറ്റും വാങ്ങിച്ചു. 2 കൂട ക്യാരറ്റ്, ഒരു കൂട 25 രൂപ പറഞ്ഞു, 2 കൂടയ്ക്ക് 50 രൂപ. നല്ല മഴയും നല്ല വ്യൂവാണ്. നല്ല വ്യൂ. ചെറിയ മഞ്ഞുതുള്ളികൾ തേയിലത്തോട്ടത്തിലെ ഇലയിലൊക്കെ വീണ് കിടക്കുന്ന നല്ല ചെറിയ മഴയുമുണ്ട്. നല്ല വ്യൂവാണ്. വീണ്ടും ക്യാരറ്റൊക്കെ ബാഗിൽ വെച്ച് യാത്ര തുടർന്നു. മേപ്പോട്ട് പോകുന്നതോറും മഴയുടെ ആക്കം കൂടി വന്നു. അങ്ങനെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു കട കണ്ടു. അവിടെ കുറച്ച് ബൈക്കുകളും വെച്ചേക്കുന്നു. ഞാനും അവിടെ ബൈക്ക് വെച്ചു. ആ കടയിലേക്ക് ഓടിക്കയറി ഒരു കാപ്പി പറഞ്ഞു. നല്ല ചൂട് കാപ്പി. ഈ മഴയെ ആസ്വദിച്ച് നല്ലൊരു ചൂട് കാപ്പിയും കുടിച്ചുകൊണ്ട് അവിടെ കുറച്ച് നേരം നിന്നു. മഴയുടെ ആക്കം കുറയുന്നത് കണ്ട് അവിടെ നിന്ന് വീണ്ടും ടോപ്പ് സ്റ്റേഷനിലേക്ക് യാത്ര തിരിച്ചു. ടോപ്പ് സ്റ്റേഷനിൽ പോയപ്പോഴും മഴയുടെ ആക്കം കുറവുണ്ട്, പക്ഷേ മഴ മാറിയിട്ടില്ല. ചെറിയ ചാറ്റൽ മഴയുണ്ട്. വണ്ടി സൈഡാക്കി ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള നടപ്പ് തുടങ്ങി. കുറച്ച് നടക്കാൻ ഏകദേശം ഒരു 10-15 മിനിറ്റ് നടപ്പാണ്. വണ്ടി മുകളിലേക്ക് ഞാൻ കയറ്റിയില്ല. താഴേക്കാണ് വണ്ടി പാർക്ക് ചെയ്തത്. പിന്നെ നടന്നാണ് കയറിയത്. മൂന്നാറിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പ്രദേശം ടോപ്പ് സ്റ്റേഷൻ.
നല്ല തണുപ്പൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. ശ്വാസം വിടുമ്പോഴെല്ലാം ആയിക്കോട്ടെ ഇങ്ങനെ പുക പൊക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നടപ്പ് തുടർന്നുകൊണ്ടിരുന്നു. മുകളിലേക്ക് എത്തുന്തോറും മഴയുടെ ശക്തി കൂടുന്നത് പോലെ തോന്നി. എന്നാലും യാത്ര നിർത്തിയില്ല. ടോപ്പ് സ്റ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ 2 റൂട്ടിലെ യാത്രകളും കംപ്ലീറ്റ് ആവും. നമ്മൾ മറയൂർ റൂട്ട് പോയി ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷൻസ് മൊത്തവും കണ്ടു. അത് കഴിഞ്ഞിട്ട് ടോപ്പ് സ്റ്റേഷൻ റൂട്ട്, ഫോട്ടോ പോയിൻ്റ് നമ്മൾ കണ്ടു, മാട്ടപ്പെട്ടി ഡാം നമ്മൾ കണ്ടു, എക്കോ പോയിൻ്റ്, കുണ്ടള ഡാം, അത് കഴിഞ്ഞ് ടോപ്പ് സ്റ്റേഷൻ. ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഈ റൂട്ടിൽ ടോപ്പ് സ്റ്റേഷനിൽ വന്നിട്ട് നേരെ സുഖമായി സമാധാനമായി സന്തോഷമായിട്ട് എല്ലാ കാഴ്ചകളും കണ്ട് എന്നുള്ളൊരു തൃപ്തിയോടുകൂടി നമുക്ക് വീട്ടിലേക്ക് മടങ്ങാം. കാഴ്ചകൾ ഇനിയും ഇവിടെ നിന്നാലും നമുക്ക് കാണാനുള്ള കാഴ്ചകളുണ്ട് കേട്ടോ. മൂന്നാർ എന്ന് പറയുന്നത് മിനിമം ഒരു 3-4 ദിവസം വേണം മുഴുവനായിട്ട് മൂന്നാർ കണ്ടു തീർക്കാൻ. ഒരു 1.5 അല്ലെങ്കിൽ 2 ദിവസത്തെ ട്രിപ്പാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ആ 1.5 ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് എനിക്ക് മാക്സിമം എന്തൊക്കെ കവർ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. വളരെയധികം സന്തോഷത്തോടു കൂടിയും തൃപ്തിയോടും കൂടിയാണ് ഞാൻ അന്നത്തെ ദിവസം റൂമിലേക്ക് മടങ്ങിയത്. കോടയുണ്ട് കേട്ടോ. ടോപ്പ് സ്റ്റേഷനിൽ നല്ല കോട നിറഞ്ഞു കിടക്കുകയാണ്. ഇതാണ് ടോപ്പ് സ്റ്റേഷനിൽ നിന്നുകൊണ്ടുള്ള വ്യൂ. ഈ കോട നിറഞ്ഞ് കിടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തമിഴ്നാടിൻ്റെ ഒരു ഭൂരിഭാഗവും നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോഴത്തേക്കും ഇത്രത്തോളം ഒരു കോടമഞ്ഞു അല്ലെങ്കിൽ ഒരു തണുപ്പ് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു അങ്ങോട്ട് കാണാനൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തവണ തണുപ്പ് കുറച്ചധികമായിരുന്നു. മൊത്തം കോട കയറി വെള്ളമേഘങ്ങൾ പോലെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുമായിരുന്നു. അങ്ങനെ തിരിച്ച് യാത്ര തുടർന്നു. പിന്നീട് സോളോ ട്രിപ്പ് പോകാൻ താല്പര്യമുള്ള സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് പ്രിപ്പയർ ചെയ്തിരിക്കണം. കാരണം സോളോ ട്രിപ്പ് എന്ന് പറയുമ്പോൾ എന്ത് വന്നാലും, വണ്ടിക്കായാലും നിങ്ങൾക്കായാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും, നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാലും ആരെങ്കിലും അപഹരിച്ചു കൊണ്ടുപോയാലും എല്ലാം നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം, നിങ്ങൾ പ്ലാൻഡ് ആയിരിക്കണം. കാരണം നമുക്ക് സഹായം ചോദിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു കൂട്ടായിട്ട് നിൽക്കാനോ ആരുമില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് യാത്ര തുടരേണ്ടത്. പിന്നെ വണ്ടിയുടെ കണ്ടീഷൻ, വണ്ടിയുടെ ബുക്കും പേപ്പറും, അതായത് RC ബുക്ക്, വണ്ടിയുടെ പൊല്യൂഷൻ, പിന്നെ ഇൻഷുറൻസ്, ഇതെല്ലാം കറക്റ്റായിരിക്കുക. വണ്ടിയുടെ അലൈൻമെൻറ്റ്, അതേപോലെ ടയറിൻ്റെ സ്ട്രെങ്ത്ത്, ബ്രേക്കിങ്, ക്ലച്ച്, ലിവർ എല്ലാം ചെക്ക് ചെയ്ത് കറക്റ്റാണെന്നും ഒരു കുഴപ്പമില്ലാന്നും ഉറപ്പ് വരുത്തുക. പിന്നെ അതേപോലെ ഒരുപാട് റേസ് കാണിക്കാതിരിക്കുക. കാരണം ഹിൽ സ്റ്റേഷനായാലും എവിടെയായാലും നമ്മൾ പോകുന്നത് യാത്ര ചെയ്യാനാണ്, സ്ഥലങ്ങൾ കാണാനാണ്, ആ ഭംഗി ആസ്വദിക്കാനാണ്, അത് മനസ്സിലാക്കാനാണ്. ഒരു റേസിങ്ങിനല്ല. റോഡിലും അത് അല്ലെങ്കിൽ ഇതേപോലത്തെ ഹിൽ സ്റ്റേഷനൊന്നുമല്ല നമ്മൾ റേസ് ചെയ്യേണ്ടത്. പുതിയ വഴികളാണ്,
പിന്നെ നല്ല തണുപ്പ് അന്തരീക്ഷം. കാരണം റോഡൊന്നും കൃത്യമായി സത്യം പറഞ്ഞാൽ ഹിൽ സ്റ്റേഷനുകളിലും കംപ്ലീറ്റ് വ്യൂ കിട്ടത്തില്ല. തണുപ്പ് ഒരുപാടുണ്ടെങ്കിൽ മൊത്തം കോട കൊണ്ട് നിറഞ്ഞിരിക്കും. അപ്പം വളരെ സേഫായി പോവുക, ഒട്ടും റഷ് കാണിക്കാതിരിക്കുക, സേഫായി പോവുക, സേഫായി തിരിച്ചു വരിക. പിന്നീട് അങ്ങനെ തിരിച്ചു വന്നിട്ട് വീട്ടിൽ നിന്നും പറഞ്ഞു വെച്ചിരുന്നു, എന്തായാലും മൂന്നാർ വന്നിട്ടുണ്ടെങ്കിൽ തേയില, കുറച്ച് ചോക്ലേറ്റ്സ്, ഇത് രണ്ടും ഒരു കടയിൽ കയറി അവിടെ നിന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് പിന്നീട് ഭക്ഷണം, രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിലും ഒരു കുപ്പി വെള്ളത്തിലുമാണ് നമ്മൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് അവിടുത്തെ ഒരു കടയിൽ കയറി, ഹരിപ്പാടുള്ള ഒരു ചേട്ടൻ്റെ കടയാണത്. ചേട്ടനുമായി സംസാരിച്ച് പരിചയപ്പെട്ടിരുന്നു. അവിടെ നിന്ന് രാത്രിത്തേക്കുള്ള അത്താഴവും കഴിച്ച് റൂമിലേക്ക് തിരിച്ചു. നല്ല യാത്ര ചെയ്ത ക്ഷീണമുണ്ട്. വണ്ടി ഒതുക്കി റൂമിലേക്ക് നടന്നു കയറി. ചൂടുവെള്ളത്തിലൊരു കുളിയും കുളിച്ച് സുഖോറക്കം. 16 നവംബർ. ഇന്ന് ട്രിപ്പിൻ്റെ 3ാമത്തെ ദിവസമാണ്. ഞാൻ വീട്ടിലേക്ക് മടങ്ങുന്ന ദിവസം. സാധനങ്ങളെല്ലാം എടുത്തുവെന്ന് ഉറപ്പ് വരുത്തി റൂമും പൂട്ടി ഇറങ്ങുകയാണ്. റൂമിൻ്റെ മുകളിലേക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. അത് ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പോയെങ്കിലും എനിക്കത് ക്യാമറയിലേക്ക് പകർത്താൻ സാധിച്ചില്ല. അങ്ങനെ പോകുന്നതിന് മുമ്പ് അവിടെ കയറി ചുറ്റും ക്യാമറയിലെടുത്തു. മൂന്നാറിൻ്റെ ഏതൊരു റൂമിലും ഏതൊരു റിസോർട്ടിലും കിട്ടുന്ന കാഴ്ചകൾ തന്നെയാണ് ഈ കാണുന്നത്. അങ്ങനെ ഇതെല്ലാം ക്യാമറയിൽ പകർത്തി കുറച്ച് നേരം അവിടെ നിന്നു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 9 മണിയോടടുപ്പിക്കുന്നു. അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഇനി അടുത്ത തവണ വരുമ്പോൾ കാണാമെന്നും പറഞ്ഞ് മൂന്നാറിന് ഇവിടെ പറഞ്ഞുകൊണ്ട് യാത്ര വീട്ടിലേക്ക്. വണ്ടി കുട്ടപ്പനാണ്, ഒരു കുഴപ്പമില്ല. അവൻ ഇനി അടുത്ത എവിടെ ട്രിപ്പെന്ന് ചോദിച്ചാണ് ആശാൻ നിൽക്കുന്നത്. അങ്ങനെ അതിൽ കയറി ഞാൻ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. ഇനി അടുത്തൊരു യാത്രയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.